അന്തരിച്ച മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ 7ാം ചരമവാർഷിക ദിനാചരണം ഉഴവൂർ ശാന്തിഗിരി ആശ്രമ അങ്കണത്തിൽ നടത്തപ്പെട്ടു. ഉഴവൂരിൽ ജനിച്ച് ഉഴവൂരിൽ വളർന്ന് നാട്ടുകാർക്കെല്ലാം അഭിമാനമാവുകയും വിശ്വപൗരനായി മാറിയ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കെ.ആർ. നാരായണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 7 വർഷം പൂർത്തിയാവുകയാണ്. ഭാരതത്തിൻ്റെ പ്രഥമ പൗരനായി തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെയെല്ലാം മനസ്സുകളിൽ ഒരിക്കലും മായാത്ത സ്മരണയായി ഇന്നും ജ്വലിക്കുന്ന ആ യുഗപുരുഷന്റെ ചരമവാർഷിക ദിനാചരണം ഉഴവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉഴവൂർ ശാന്തിഗിരി ആശ്രമത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ശാന്തിഗിരി ആശ്രമ അങ്കണത്തിൽ വെച്ച് നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗത്തിലും വിവിധ നേതാക്കൾ പങ്കെടുത്തു. കടുത്തുരുത്തി എം.എൽ.എ. മോൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.എൽ. എബ്രഹാം, കോട്ടയം ശാന്തിഗിരി ഡെപ്യൂട്ടി മാനേജർ ജി. ബാലകൃഷ്ണൻ, ശാന്തിഗിരി ആശ്രമം ജോയിന്റ് സെക്രട്ടറി സ്വാമി ഗുരുമിത്ര ജ്ഞാന തപസി, കോട്ടയം ശാന്തിഗിരി ആശ്രമം ഹെഡ് സ്വാമി ധർമാനന്ദ ജ്ഞാന തപസി എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശാന്തിഗിരി ആശ്രമത്തിൽ നാമെല്ലാം രാജ്യത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം 5 ദിവസങ്ങൾ കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ രാവിലെ ജനപ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. അതിനുശേഷം ശാന്തിഗിരി ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തുകയും ദീപം തെളിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാപൂർവ്വം ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. ഇന്ത്യയെ വളർച്ചയിലേക്ക് നയിച്ച സുപ്രധാനമായ വ്യക്തിത്വം എന്ന നിലയിൽ ആദരണീയനായ ഡോക്ടർ കെ.ആർ. നാരായണൻ സാർ നമ്മുടെ രാജ്യത്തിന്റെ മനസ്സിൽ നിന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഉഴവൂർ പ്രദേശം, ഇവിടെ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര വിശ്വപൗരനായി വളർന്നുകൊണ്ടാണ് അവസാനിക്കുന്നത്. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി നൽകാൻ കഴിയും.